എന്നാലും ചെറിയ രീതിയിൽ കളിയാക്കിക്കൊണ്ടുള്ള ഇതിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അല്ലാതെ ഹ്യൂമറായിട്ട് വിളിച്ചപ്പോഴേ പറഞ്ഞ് ഹ്യൂമറൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ ചെറിയ ചിരികൾ കിട്ടി, അതൊരു ബോണസാണ്. സേതുവിന്റെ ഇപ്പോഴത്തെ സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ആ രണ്ട് അതെ, ഈ വക്കീൽമാര് കേസ് ഏറ്റെടുക്കുമ്പോൾ അവസാനം വരെ മനസ്സിന് മനുഷ്യത്വം എന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ. അത് ഉണ്ട്. വിശ്വനാഥൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടറൈസേഷൻ ഈ ചേട്ടൻ പറഞ്ഞു തുടങ്ങിയ പോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ നിങ്ങളെല്ലാവരും അറിയിച്ചു. നിങ്ങളെല്ലാവരും ഞങ്ങളോടുള്ള ഇഷ്ടവും സിനിമയോടുള്ള ഇഷ്ടവും കാരണം ഇവിടെ എത്തി. നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുവാണ്. നമ്മൾ ഇന്ന് രാവിലെ വളരെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് കുടുംബത്തിന് സംഭവിച്ച അപകടം. ഷൈൻ്റെ എല്ലാ കുസൃതിക്കും നമ്മൾ ചിരിച്ചിട്ടുണ്ട്, ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഷൈനെ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ അറിയാലോ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം, ട്രെൻഡും സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വളരെ ശക്തമായിട്ട് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ താങ്ക് യു എല്ലാവരും. ഇനി കാണാനുള്ളവരെല്ലാവരും സിനിമ കാണുക. ഈ അഡ്വക്കേറ്റുകളൊക്കെ ഒത്തിരി പീരീഡാണ്. ആ ഒരു കാര്യം കൂടി പറഞ്ഞു പോയിട്ടുണ്ട്. അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ നായിക സത്യസന്ധമായിട്ടുള്ള ഒരു കഥയാണ്. ഇതിനകത്ത് സിനിമയ്ക്ക് വേണ്ടിയുള്ള എന്റർടൈൻമെന്റ് ആക്കാൻ ഇല്ല, അത് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ ചില ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. അത് ഞാൻ ആസിഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കഥയുടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. വേറെ വക്കീലിനോട് വളരെ നന്ദിയുണ്ട്. കാരണം സുരേഷ് ആദ്യം മുതൽ എല്ലാ കോർട്ടിലും നമ്മളിവിടുന്ന് ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ കണ്ടില്ലേ? ശരി, കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ ക്യൂണിന് സമയം. രാജേഷ് ബ്രോ